ॐ श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तुते। ॐ श्री गुरुभ्यो नमः। ओम नमः शिवाय। ओम श्री महादेव्यै नमः। ओम नमो भगवते वासुदेवाय। ഹരി ഓം. എല്ലാവർക്കും സുപ്രഭാതം, എല്ലാവർക്കും നമസ്കാരം, സുസ്വാഗതം. ഭജഗോവിന്ദം തുടരുകയാണ്. ആദ്യത്തെ 12 ശ്ലോകങ്ങൾ നമുക്ക് ചൊല്ലാം, എന്നിട്ട് വ്യാഖ്യാനം തുടരാം. ഓം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃന്യകരണേ മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മായാ മോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം നളിനീദളഗത ജലമതിതരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം യാവത് വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസഗ്നഃ സക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ കാതേ കാന്താ കസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ തദിഹ ഭ്രാതഃ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി വയസി ഗതേ കഃ കാമവികാരഃ ശുഷ്കേ നീരേ കഃ കാസാരഃ ക്ഷീണേ വിത്തേ കഃ പരിവാരഃ ജ്ഞാതേ തത്വേ കഃ സംസാരഃ
മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലഃ സർവം മായാമയമിദമഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ലുകൃഞ്ജകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഭജഗോവിന്ദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ശ്ലോകമാണ് കണ്ടത്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. വളരെ പ്രശസ്തമായ, വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകമാണത്. ഒരു മനുഷ്യനെ ഒരു സാധകനാക്കാനും ഒരു മുമുക്ഷുവാക്കാനും ജിജ്ഞാസു ആക്കാനും അതിൽ നിന്ന് പടിപടിയായി ഉയർന്ന് ജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന് ജീവൻ മുക്തിയിലേക്ക് അവനെ ഉയർത്തുന്നതായിട്ടുള്ള ആ ഒരു പടികളെ കാണിച്ചു തരുന്ന, വഴി കാണിച്ചു തരുന്ന ഒരു മാർഗദർശകമായിരിക്കുന്ന ഒരു ശ്ലോകമാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഈ ഒരു ശ്ലോകമെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. മറ്റ് ശ്ലോകങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. എല്ലാം മറന്നാലും ഈ ഒരു ശ്ലോകം മർമ്മപ്രധാനമായിട്ടുള്ള ശ്ലോകമാണ്. നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ, സ്വസ്ഥത വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ നമ്മളെല്ലാവരും തിരയുന്നത് അതാണ്. മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് സുഖപ്രാപ്തിക്കും ദുഃഖ നിവൃത്തിക്കുമാണ്. എല്ലാ കർമ്മങ്ങളും നമ്മൾ ദുഃഖ നിവൃത്തിക്കും സുഖപ്രാപ്തിക്കും വേണ്ടിയാണെന്ന് എല്ലാ ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാ അന്യുപാരമം വാ എന്ന് വിതുര മഹാശയൻ ഭാഗവതത്തിൽ പറയുന്നു. ലോകം മുഴുവൻ ഉള്ള ആളുകൾ സുഖത്തിനായിക്കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. എന്നാൽ അവർക്ക് ആ കർമ്മങ്ങളെ കൊണ്ട് സുഖം കിട്ടുന്നുമില്ല, ദുഃഖം ഉപരമിക്കുന്നുമില്ല, ദുഃഖം പിന്തിരിഞ്ഞു പോകുന്നുമില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? വിന്ദേത ഭൂയ തതയേവ ദുഃഖം യതത്ര യുക്തം ഭഗവൻ വദേന്നഹ എന്ന് മൈത്രേയ മഹർഷിയോട് ചോദ്യം ചെയ്യണം ലോകം മുഴുവൻ കണ്ട മഹാജ്ഞാനിയായ നിസ്സംഗനായിട്ടുള്ള വിതുര മഹാശയൻ. അപ്പോ ലോകത്തിന് വേണ്ടി ചോദിച്ച ചോദ്യമാണ്. വീണ്ടും വീണ്ടും കർമ്മം ചെയ്ത് ദുഃഖങ്ങളെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളെയാണ് ലോകത്ത് കാണുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തു ചെയ്താലാണ് ദുഃഖം പോവുക, സുഖം വരിക? ഇതറിയാതെയാണ് പലരും ഇരുട്ടത്താണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അറിയാത്ത കാര്യത്തെ, വെളിച്ചമില്ലാത്ത സ്ഥലത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മൂഢജനങ്ങൾ. അപ്പൊ എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്ന് ആദ്യം തീരുമാനിക്കണം. അത് എവിടെയാണ് അന്വേഷിക്കേണ്ടത്, എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം അന്വേഷിക്കാനായിട്ട്. അപ്പൊ അതിനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. സത്സംഗം ചെയ്യൂ, സജ്ജനങ്ങളുമായിട്ട് സത്തായ ഈശ്വരനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യൂ. അതിലൂടെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ലോകത്തോടുള്ളതായിട്ടുള്ള മമത, ഭ്രമം, ആശാപാശങ്ങൾ, രാഗം, ദ്വേഷം ഇതെല്ലാം കുറഞ്ഞു വരും. ഒരു ന്യൂട്രലൈസ്ഡ് ആവും. എണ്ണ പുരട്ടി ചക്ക പറിക്കുന്ന പോലെ ആവും.
നമ്മളിപ്പോ എങ്ങനെയാണ് ചക്ക പറിക്കേണ്ടതെന്ന് അറിയാതെ പറിച്ചുകൊണ്ടിരിക്കുക. ആദ്യമായിട്ട് ചക്ക കണ്ടവര് ആ ചക്കയിൽ എവിടുന്ന് എങ്ങനെയാണ് മുറിക്കേണ്ടത്, എങ്ങനെയാണ് പറിക്കേണ്ടത്, ഏതായുധം കൊണ്ടാണ് പറിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൽ കളയേണ്ടത്, എന്തൊക്കെയാണ് അതിൽ തിന്നേണ്ടത്, എങ്ങനെയാണ് അത് പറിക്കേണ്ടത്, അതിൽ നിന്ന് പശയൊട്ടാതെ കയ്യിൽ പശയൊട്ടാതെ അത് എങ്ങനെ നമുക്ക് ആ ചക്കയെ ആസ്വദിക്കാൻ പറ്റും എന്നറിയാത്ത ആളുകളാണ് ഇന്ന് ഭൂരിപക്ഷം. എന്ന് വെച്ചാൽ ഈ ലോകമാകുന്ന ചക്കയിൽ ഒട്ടിപ്പോയിരിക്കണം, എല്ലാവരും കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ. അപ്പോ അത് പഠിപ്പിക്കുകയാണ് ഇവിടെ. സത്സംഗം കൊണ്ട് ഈ ലോക സ്വഭാവവും നമ്മുടെ ധർമ്മവും ആചാര്യന്മാർ, ശാസ്ത്രങ്ങൾ നമുക്ക് വെളിവാക്കി തരും. സത്സംഗം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായി മഹാത്മാക്കളായ ആചാര്യന്മാരുമായിട്ടുള്ള സംഘമാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് ലഭ്യമല്ലാത്തിടത്ത് നല്ല സദ്ഗ്രന്ഥങ്ങളെയും നമുക്ക് സത്സംഗത്തിനായിക്കൊണ്ട് ആശ്രയിക്കാം. മഹാത്മാക്കള് അവൈലബിൾ അല്ല, സജ്ജനങ്ങളെ ലഭിക്കുന്നില്ല. നമ്മുടെ ചുറ്റുപാടും പ്രദേശത്തൊന്നും അതുപോലെയുള്ള മഹാത്മാക്കൾ ഇല്ല. നമ്മുടെ സംശയങ്ങൾ തീർത്തു തരാനോ നമ്മളെ സന്മാർഗത്തിലേക്ക് നയിക്കാനോ സ്വത്തായ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു തരാനോ ഉള്ള ആളുകൾ ഇല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ശാസ്ത്രഗ്രന്ഥങ്ങള്, സത്ശാസ്ത്രങ്ങള്, നമ്മൾക്ക് മനസ്സിലാവുന്ന ഗ്രന്ഥങ്ങളെങ്കിലും വാങ്ങിച്ച് വായിക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പതിവായിരുന്നു. അധ്യാത്മരാമായണം, കിളിപ്പാട്ട് എല്ലാ ദിവസവും ഗൃഹങ്ങളിൽ പാരായണം ചെയ്യുക എന്നത്. അതൊരു വലിയ സത്സംഗം തന്നെ ആയിരുന്നു. എഴുത്തച്ഛൻ വളരെ മനോഹരമായി, വളരെ ലളിതമായിട്ട് യാഥാർത്ഥ്യങ്ങള്, ജീവിത സത്യങ്ങള് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും, കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഭാഷയിൽ. അതുപോലെ ഈശ്വരനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ, നമ്മളിൽ ഭക്തി ജനിപ്പിക്കുന്ന രീതിയിൽ രാമായണ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഗുരുവിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ പ്രതീതി നല്ലപോലെ മലയാളം വായിക്കാനും അത് ആസ്വദിക്കാനും അറിയുന്ന ആളുകൾക്ക് കഴിയുമായിരുന്നു. അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളും, ലളിതമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, സംസ്കൃത ഭാഷയൊന്നും അറിയാത്തതായിട്ടുള്ള ആളുകൾക്ക് അതുപോലെയുള്ള ഗ്രന്ഥങ്ങളെ ആശ്രയിക്കാനേ നിവൃത്തിയുള്ളൂ. സംസ്കൃതം അറിയുന്നവരാണെങ്കിൽ ഭാഗവതം, നാരായണീയം മുതലായിട്ടുള്ള കൃതികൾ, ഭഗവത്ഗീത മുതലായതൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഒരുവിധം സാമാന്യം അർത്ഥം മനസ്സിലാവും. ഇനി ഇപ്പോഴാണെങ്കിൽ ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങളോട് കൂടിയതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. അതിൽ നല്ല മഹാത്മാക്കളുടെ ഉത്തമമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഏതെന്ന് അന്വേഷിച്ച് അത് വാങ്ങിച്ച് പാരായണം ചെയ്യുന്നതും, നിത്യ പാരായണം ചെയ്യുന്നതും സദ്ഗ്രന്ഥ പാരായണമാണ്. സ്വാധ്യായം എന്ന് അതിന് പറയും. അപ്പൊ സ്വാധ്യായം ചെയ്യാം. അതുപോലെ കിട്ടുന്ന ചാൻസുകളെല്ലാം ശ്രവണത്തിനായിക്കൊണ്ട് ഉപയോഗിക്കുക. ആരെയാണ് നമ്മൾ കേൾക്കുന്നത്, മഹാത്മാക്കള് ഏതുദ്ദേശത്തോടുകൂടി, ആരിൽ നിന്ന് പഠിച്ച ഏത് സമ്പ്രദായത്തിലുള്ള ആചാര്യന്മാരാണ് പറയുന്നത് എന്നും കൂടി നമ്മൾ ഒന്ന് മനസ്സിരുത്തണം. ഇപ്പോ എന്താ പറയുക, വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ അനേക മുറിവൈദ്യന്മാരും ആധ്യാത്മിക ആചാര്യന്മാരായി വിലസുന്നുണ്ട്, ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നല്ലതുപോലെ എന്താ പറയുക, ആധ്യാത്മിക രംഗമൊരു കച്ചവട രംഗമായി കൊഴുത്തിട്ടുണ്ട്. ആർക്കൊക്കെ നല്ലോണം പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റുമോ, എന്തൊക്കെ ഷോ ഓഫ് ചെയ്യാൻ പറ്റുമോ, അവരുടെ കൂടെ ധാരാളം ഫോളോവേഴ്സ് കൂടി വരും. പബ്ലിസിറ്റി ഒന്നുമില്ല, സത്യസന്ധമായി ഉള്ള കാര്യം പറയുന്ന ആളുകളാണെങ്കിൽ അവരെ ശ്രദ്ധിക്കാനൊന്നും മൂഢജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. എവിടെയാണോ 10 ആൾ കൂടുതലുള്ളത് അവിടേക്കാണ് എല്ലാവരും എത്തി നോക്കുക. ആരും ഇല്ലാത്തടത്ത് ആരും ഉണ്ടാവില്ല. ഏതാണ് നല്ലത് എന്നുള്ള തിരിച്ചറിവ് അവനില്ല. അപ്പൊ അതിലും കുറച്ച് വിവേകം വേണം. ആളുകൾ കൂടിയിടത്തും നല്ലതായിക്കൊള്ളണമെന്നില്ല. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം അവിടെ പറയണമെന്ന് ഇല്ല. അപ്പൊ ആചാര്യന്മാരുടെ ഇന്റഗ്രിറ്റി, സത്യസന്ധതയും അവരുടെ പാണ്ഡിത്യവും അവരുടെ സദാചാര ജീവിതവും
അതൊക്കെ നോക്കാനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഗുരുവിനെ സമീപിക്കുമ്പോൾ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ഗുരുക്കന്മാരെ സമീപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി നമുക്ക് ശ്രമിക്കാം. ഇതൊക്കെ സത്സംഗം എന്നുള്ള വകുപ്പിൽ പെടുന്നു. ആ സത്സംഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ലോകത്തോടുള്ള നമ്മുടെ സമീപനം മാറുന്നു. അങ്ങനെ ഇപ്പോഴുള്ള ആ ഒരു ആസക്തി ഇല്ലാതെ നമ്മൾ സ്വതന്ത്രരാകുന്നു. അതാണ് നിസ്സംഗത, ഒട്ടലില്ലായ്മ. ഒന്നും ഇല്ലെങ്കിലും ഏതവസ്ഥയിലും നമ്മൾ സുഖമായിരിക്കുന്നു. ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇരിപ്പല്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കുന്നു. അതാണ് നിസ്സംഗത എന്ന് പറയുന്നത്. ആ നിസ്സംഗത കുറെ കൂടി വളർന്നു വരുമ്പോൾ അത് മോഹരാഹിത്യത്തിലേക്ക്, അജ്ഞാനരാഹിത്യത്തിലേക്ക്, നമ്മുടെ ഉള്ളില് ജ്ഞാനമാകുന്ന പ്രകാശം കൂടുതൽ തെളിഞ്ഞ് തെളിഞ്ഞ് പ്രകാശിക്കും. കാരണം സംഘം കൊണ്ട് നമ്മുടെ മനസ്സ് കലുഷിതമാകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ കഴിവില്ലായ്മ. അപ്പൊ മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാവും തോറും, മനസ്സ് നിർമ്മലമാകും തോറും, നിസ്സംഗത കൊണ്ട് മനസ്സ് നിർമ്മലമാകും തോറും നമ്മുടെ ബുദ്ധിക്ക് തെളിമ കൂടുതൽ കൂടുതൽ വരും. അല്ലേ? തെളിഞ്ഞ ജലാശയത്തിലെ ഉള്ളിലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് തെളിഞ്ഞ് പ്രകാശിക്കുന്നത് പോലെയാണ് മനസ്സിൽ രാഗദ്വേഷങ്ങളുടെ വിക്ഷേപം, കാലുഷ്യം, കൽമഷങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിലുള്ള അറിവ് നല്ലതുപോലെ പ്രകാശിക്കും. ബുദ്ധിക്ക് നല്ലോണം വിചാരം ചെയ്യാനുള്ള സാമർഥ്യം വന്നു ചേരും. അങ്ങനെ നമ്മളെ ബാധിച്ചിരുന്ന മോഹം മാറിപ്പോകും എന്നർത്ഥം. മോഹം എന്ന് പറഞ്ഞാൽ വിവേകരാഹിത്യം, മൂഢത, അജ്ഞാനം, അന്യതാജ്ഞാനം, ഇതെല്ലാം നീങ്ങിപ്പോകുന്നു. അറിയേണ്ടത് അറിയാനുള്ള പക്വത നമുക്ക് ഉണ്ടാകുന്നു. അങ്ങനെ നിർമോഹത്വേ നിശ്ചലതത്വം, നിർമോഹം, ആ അറിവില്ലായ്മ മാറുന്നതോടുകൂടിയിട്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും ഒരു നിശ്ചലമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് അതിനെയാണ്. നിശ്ചലത എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞത, പ്രജ്ഞ ഉറച്ചു. അങ്ങനെ പ്രജ്ഞ ഉറച്ച് നിഷ്ഠയുണ്ടായിക്കഴിഞ്ഞാൽ, ആത്മബോധം ഉറച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് പേരാണ് ജീവൻ മുക്തി എന്ന്. അവൻ ജീവിച്ചിരിക്കെ തന്നെ മുക്തനാണ്, പരമസ്വതന്ത്രനാണ്. അവനിവിടെ കർത്തവ്യമായിട്ടൊന്നും ഇല്ല. അവന് നേടേണ്ടതായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കർത്തവ്യവും ഇല്ല. അവന് നഷ്ടപ്പെടാനും ഒന്നുമില്ല. കാരണം സർവം ബ്രഹ്മമയം, തദ് ബ്രഹ്മ അഹമസ്മി. ഈ പ്രപഞ്ചം ഞാൻ തന്നെയാണ്. ഇവിടെ എനിക്ക് എവിടേക്കും പോകാനുമില്ല, ഒന്നിനെയും പ്രാപിക്കാനുമില്ല, ഒന്നും എനിക്ക് ഉണ്ടാക്കേണ്ട കാര്യവുമില്ല, എനിക്ക് സംസ്കരിക്കേണ്ട കാര്യവുമില്ല, എനിക്ക് ഏതിനെങ്കിലും മാറ്റിയെടുക്കേണ്ട കാര്യവും ഇല്ല. അപ്പൊ അങ്ങനെ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള ആപ്യം, സംസ്കാര്യം, വികാര്യം, ഉൽപാദ്യം എന്നുള്ള 4 തരത്തിലുള്ള പ്രോഡക്ട്സും എനിക്ക് നേടേണ്ട കാര്യം ഇല്ല. 4 കർമ്മങ്ങളെ കൊണ്ട് നേടേണ്ട 4 തരത്തിലുള്ള ലക്ഷ്യങ്ങളും പ്രാപിക്കാൻ ഇല്ല. ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ, അർജുനനോട് പറഞ്ഞതുപോലെ, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. 3 ലോകങ്ങളിലും എനിക്ക് അല്പം പോലും ഒരു കർത്തവ്യവും ഇല്ല അർജുന. പിന്നെ ഞാൻ പ്രവർത്തിക്കുന്നതോ അതെന്റെ സന്തോഷം, എന്റെ ലീല. ഞാൻ ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ന അനവാപ്തം അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. എനിക്ക് ഞാൻ പ്രാപിക്കാത്തതായിട്ടോ ഇനി പ്രാപിക്കേണ്ടതായിട്ടോ എനിക്ക് ഒന്നുമില്ല. എങ്കിലും ഞാൻ കർമ്മത്തിൽ വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വർത്തേ ഏവച കർമ്മണി. എന്തുകൊണ്ട്? ഞാൻ വർത്തിച്ചില്ലെങ്കിൽ യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത മമവത്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ എന്നെ മാതൃകയായി കാണുന്നതായിട്ടുള്ള ആളുകൾ, എന്നെ ഒരു ശ്രേഷ്ഠ പുരുഷനായി കാണുന്നതായിട്ടുള്ള ആളുകൾ എൻ്റെ പാത തന്നെ പിന്തുടരും. അവർക്ക് എന്നെ പോലെയുള്ള പക്വതയായിട്ടില്ല, എന്നെ പോലെ കർത്തവ്യമില്ലാത്തൊരവസ്ഥയെ അവർ പ്രാപിച്ചിട്ടില്ല. അപക്വരാണ് അവര്. പക്ഷേ അവർ മടിയന്മാരായി, അലസന്മാരായി, ജഡന്മാരായി തീരും. അതുകൊണ്ട്
അവർ നശിക്കാതിരിക്കാനായിക്കൊണ്ട് ഉത്സീതേയുരിമേ ലോകാഹ ന കുര്യാം കർമ്മചേദഹം സങ്കരസ്യ ച കർത്താസ്യാം. ഞാൻ ഈ ലോകത്തെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ആളായി മാറും. ഈ ലോകത്തിലുള്ള ആളുകൾ നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ മാതൃകയായി പ്രവർത്തിക്കുന്നു. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ശ്രേഷ്ഠ പുരുഷന്മാർ എന്താണോ ആചരിക്കുന്നത് അതിനെയാണ് സാധാരണ ജനങ്ങൾ പിന്തുടരുന്നത്. എന്താണോ ശ്രേഷ്ഠന്മാർ സ്റ്റാൻഡേർഡായിട്ട് വ്യവസ്ഥ ചെയ്യുന്നത് ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിക്കാനാണ് സാധാരണക്കാർ, മുമ്പേ ഗമിക്കുന്ന ഗോവുതന്റെ പിമ്പേ ഗമിക്കുന്ന ഗോക്കളെ പോലെയുള്ള ജനങ്ങൾ, ബഹുഭൂരിപക്ഷം ജനങ്ങളും അനുകരണപ്രിയന്മാരാണ്. സ്വതന്ത്ര ചിന്തകരായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. സത്യമറിഞ്ഞ് സ്വന്തം മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ധൈര്യമുള്ളവർ വളരെ ചുരുക്കമാണ്. അങ്ങനെ ധൈര്യമുള്ളവരാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സന്യാസ മാർഗത്തിലേക്ക് തിരിയുന്നവർ. അതല്ലാത്തവരൊക്കെ അനുകരണപ്രിയന്മാരായിട്ടുള്ളവർ മറ്റുള്ളവർ ചെയ്യുന്നതിനെ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ജോലിക്ക് പോകണു, ഞാനും ജോലിക്ക് പോകണു. എല്ലാവരും സമ്പാദിക്കണു, ഞാനും സമ്പാദിക്കണു. എല്ലാവരും വീട് വെക്കണു, ഞാനും വീട് വെക്കണു. എല്ലാവരും കാറ് വാങ്ങണു, ഞാനും കാറ് വാങ്ങണു. എല്ലാവരും കല്യാണം കഴിക്കണു, ഞാനും കല്യാണം കഴിക്കണു. എല്ലാവരും മക്കളെ ജനിപ്പിക്കണു, ഞാനും മക്കളെ ജനിപ്പിക്കണു. എൻ്റെ മുത്തശ്ശനും അത് തന്നെ ചെയ്ത്, എൻ്റെ അച്ഛനും അത് തന്നെ ചെയ്ത്, അതുകൊണ്ട് ഞാനും അത് തന്നെ ചെയ്യണത്. എന്തിനാണ് എന്നുള്ളതൊന്നും അറിയില്ല. ഇതാണ് ലോകം. അപ്പൊ ഈ ലോകം ഗോക്കളെ പോലെയാണ്, പശുക്കളെ പോലെയാണ്. മുമ്പേ ഗമിക്കുന്ന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. സ്വയം ചിന്തിക്കാൻ കഴിവുള്ളവർ, വിവേകം ഉള്ളവർ വളരെ ചുരുക്കമാണ്. അതിനാണ് ആ വിവേകം ഉണ്ടാവാൻ വേണ്ടി സത്സംഗത്തിൽ പങ്കെടുക്കുക. അപ്പൊ എങ്ങനെ ജീവൻ മുക്തി എന്നുള്ള പരമസ്വാതന്ത്ര്യം ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പോ ഇവിടെ അന്വേഷണം ചെയ്യാൻ പറഞ്ഞു. തത്വം ചിന്തയ തദിഹ ഭ്രാതഃ എന്ന് മുമ്പേ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. അന്വേഷണം ചെയ്യൂ, നീ ആരെന്നും, നീ എവിടുന്ന് വന്നു എന്നും, നീ ആരുടേതാണെന്നും, എങ്ങോട്ട് പോകുന്നു എന്നും, നിന്റെ ചുറ്റുപാടുള്ള ബന്ധുക്കളൊക്കെ ആരാണെന്നും ഒക്കെയുള്ള തത്വത്തെ, അതിൻ്റെയൊക്കെ പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കൂ. ലോകതത്വത്തെക്കുറിച്ച് ചിന്തിക്കൂ, ഈശ്വര തത്വത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്നൊക്കെ പ്രേരിപ്പിച്ചു. അതിൻ്റെ പ്രയോജനത്തെ പറയുകയാണ്. ആ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരത്തിന് അതീതരായിത്തീരുന്നു. സംസാരം എന്നുള്ള ദുഃഖം നമ്മളെ ബാധിക്കുന്നില്ല. അതാണ് അടുത്ത ശ്ലോകം. വയസി ഗതേ കാമവികാരഃ ശുഷ്കേ നീരേ കാസാരഃ ക്ഷീണേ വിത്തേ കഃ പരിവാരഃ ജ്ഞാതേ തത്വേ കഃ സംസാരഃ. വയസി ഗതേ കാമവികാരഃ ശുഷ്കേ നീരേ കാസാരഃ ക്ഷീണേ വിത്തേ കഃ പരിവാരഃ ജ്ഞാതേ തത്വേ കഃ സംസാരഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇവിടെ 3 ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ പറഞ്ഞ് നാലാമത്തെ വരിയില് കാര്യം പറയുകയാണ്. ജ്ഞാതേ തത്വേ ഖ സംസാരഃ. ജ്ഞാതേ തത്വേ, തത്വേ ജ്ഞാതേ സതി. തത്വം അറിഞ്ഞു കഴിയുമ്പോൾ, തത്വം എന്ന് പറഞ്ഞാൽ ഉള്ളത്, തസ്യഭാവം തത്വം. അപ്പൊ യാഥാർത്ഥ്യം, പരമാർത്ഥം എന്നൊക്കെ അർത്ഥമാണ്. ദ ഫാക്ട്, ദ ട്രൂത്ത്, ദ റിയാലിറ്റി എന്നാണ് തത്വം എന്നുള്ള പദത്തിന്റെ അർത്ഥം. ദ റിയാലിറ്റി. അപ്പോ തത്വേ ജ്ഞാതേ, ഇഫ് യു കം ടു നോ ദ റിയാലിറ്റി എന്നർത്ഥം.
ഇഫ് ദ റിയാലിറ്റി ഈസ് നോൺ ടു യു, ഈ പ്രപഞ്ചത്തിന്റെ പരമാർത്ഥം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, സംസാര, പിന്നെ സംസാരം എവിടെ എന്നാ ചോദിക്കണം. ഇവിടെ സംസാരം എന്ന് പറഞ്ഞാല് ആവർത്തനം. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേ ശയനം എന്നിനി സംസാരത്തെ കുറിച്ച് വരും ശ്ലോകം, ഇനിയൊരു ശ്ലോകത്തിൽ പറയും. അപ്പൊ ഈ രാവിലെ എഴുന്നേൽക്കണു, പലതും ഓടി നടന്ന് സമ്പാദിക്കണു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടണു, രാത്രിയാകുമ്പോഴേക്കും വന്ന് ക്ഷീണിച്ച് ഉറങ്ങുന്നു, ആഹാര നിദ്ര ഭയ മൈഥുനാദികളിൽ ഭ്രമിക്കുന്നു, ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പല ദുരിതങ്ങളും ദുരന്തങ്ങളും അവശതകളും ദൈന്യങ്ങളും രോഗാദികളും മരണങ്ങളും നഷ്ടങ്ങളും പലതരത്തിലുള്ള ആഘാതങ്ങളും എന്തെല്ലാം അനുഭവിക്കണം. അപ്പോൾ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു പ്രശ്നം കഴിയുമ്പോഴേക്കും അടുത്തത് വരാൻ കാത്തിരിക്കുകയാണ്. ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ അല്ലേ? ഇതപ്പോ കൊറോണ പ്രശ്നം തീർന്നിട്ടില്ല, അപ്പോഴേക്കും വരുന്നു ചൈന യുദ്ധത്തിന് തയ്യാറായിട്ട്. അതിൻ്റെ ഇടയിലാണ് ആഭ്യന്തര ശത്രുക്കൾ ഉള്ളിൽ തന്നെ കിടന്ന് പാരവയ്ക്കുന്നത്. രാജ്യത്തെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ, ഭരണാധികാരികൾക്ക് ക്ഷേമകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അനുവദിക്കാതെ, എപ്പോഴും ഉള്ളിൽ തന്നെ ശത്രുത കൊണ്ട് നശിപ്പിക്കുവാനുള്ളതായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം പുറത്ത് നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിലും ഒക്കെ അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ വേറൊന്ന്. എങ്ങനെയാണോ സമുദ്രത്തിൽ ഒരു തിര കഴിയുന്നതിന് മുമ്പേ തന്നെ പിന്നാലെ അടുത്ത തിര വന്നുകൊണ്ടേയിരിക്കുന്നത്, അതുപോലെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. അതാണ് സംസാരം എന്ന് പറയുന്നത്. സംസാരം എന്ന് പറഞ്ഞാല് സമ്യക് സരതി, നന്നായി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ചുഴിയെ പോലെ ഒരു കയത്തില് ചുഴി എങ്ങനെയാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഗംഗ മുതലായിട്ടുള്ള നദികളിലെ പ്രവാഹങ്ങളിൽ വളരെ ആഴമേറിയതായിട്ടുള്ള സ്ഥലത്ത് ജലം കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആവർത്തനം തന്നെയാണ് എല്ലാം. ദുഃഖങ്ങളുടെ പരമ്പരകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശപ്പ് ഒരു ദിവസം ഒരു നേരം മാറ്റിയാൽ മതിയോ? ഇല്ല. 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും അടുത്ത വിശപ്പ് എന്ന തിരമാല വരികയായി. അതിന് പ്രതിവിധി കാണുമ്പോഴേക്കും പിന്നെയും അടുത്ത തിരമാല വരികയായി. ഇപ്പൊ 3 or 4 നേരം വിശപ്പ് മാറ്റണം, പിറ്റേ ദിവസവും മാറ്റണം, പിറ്റേ ദിവസവും മാറ്റണം. പരിഹാരമില്ല, പെർമനന്റ് ആയിട്ട് പരിഹാരമില്ല വിശപ്പിന്. അതുപോലെ തന്നെ രോഗാദികളും മാറി 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 വരുന്നത്. അതുപോലെ നമുക്ക് ജീവിതത്തിൽ നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, വിദ്യാഭ്യാസങ്ങളാണെങ്കിലും വിവാഹങ്ങളാണെങ്കിലും സന്തതികളാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങള് കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കണു. അപ്പൊ ഇതൊന്നും ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല എന്ന് പറയാവോ ഒന്നിനും. ആർക്ക്? ഈ സംസാരികൾക്ക്. എന്നാൽ തത്വമറിഞ്ഞ ഒരാൾക്ക് ഈ സംസാരമൊന്നും അയാളെ ബാധിക്കുന്നില്ല. അയാൾ ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നുണ്ടാവും. അയാളും ഈ പറഞ്ഞ ഗൃഹസ്ഥന്മാര് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അയാള് നല്ലോണം നീന്തൽ പഠിച്ച ആളാണ്, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ മുങ്ങി താഴാതെ പൊങ്ങിക്കിടക്കാൻ അഭ്യാസം ഉള്ള ഒരാളാണ്. നമ്മൾ പാലക്കാട് എവിടെ ഒരാള് 7 മണിക്കൂർ ഒരു കുളത്തില് നിശ്ചേഷ്ടനായിട്ട് പൊങ്ങിക്കിടന്നുകൊണ്ട് യോഗാഭ്യാസം, കാല് പത്മാസനത്തിൽ ചമറം പടിഞ്ഞു കിടന്നു. പാലക്കാടല്ല, തൃശ്ശൂര് പൂങ്കുന്നം ഗ്രാമസമുദായത്തിന്റെ കുളത്തില് ഒരു ബ്രാഹ്മണൻ, ഒരു യോഗാഭ്യാസി, അദ്ദേഹം 7 മണിക്കൂർ ഒരേപോലെ വെള്ളത്തിൽ കിടന്ന് എന്താ പറയുക, റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന് പറയുക.
അപ്പൊ അയാൾ വെള്ളത്തിൽ താഴ്ന്നു പോയില്ല. നമുക്ക് 7 മിനിറ്റ് പറ്റില്ല, 7 സെക്കൻഡ് നമ്മൾക്ക് നിൽക്കാൻ പറ്റുമോ വെള്ളത്തിന്റെ മുകളിൽ? പറ്റില്ല, നമ്മൾ താഴ്ന്നു പോകും. അപ്പൊ അതൊരു അഭ്യാസം. ആ അഭ്യാസം കൊണ്ട് അയാൾ വെള്ളത്തിൽ താഴാതെ എങ്ങനെ കിടക്കുന്നുവോ അതുപോലെയാണ് ഒരു യോഗി അഥവാ ഒരു ജ്ഞാനി, ഒരു സ്ഥിതപ്രജ്ഞൻ ഈ സംസാരമാകുന്ന കുളത്തിൽ അല്ലെങ്കിൽ സാഗരത്തില് മുങ്ങിപ്പോവാതെ അതിന് അതീതനായി പൊങ്ങിക്കിടക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള അറിവ്, പക്വത നേടിയിട്ടുണ്ട്. അപ്പൊ അവനക്ക സംസാര. അപ്പൊ സംസാരം എന്നതിന്റെ കാരണം എന്താണ്? തത്വമറിയായികയാണ്. നമ്മുടെ ദുഃഖ പരമ്പരകളുടെ കാരണം തത്വമറിയായ്മയാണ്, വാസ്തവമറിയായികയാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, ജ്ഞാതേ തത്വേ ക സംസാര. തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു മങ്ങിയ വെളിച്ചത്തില് ഒരു കയറ് കണ്ടു കഴിഞ്ഞാൽ ആ കയറിനെ നമ്മൾ പാമ്പായിട്ട് തെറ്റിദ്ധരിച്ചു. അപ്പൊ എന്താ കാരണം? എന്നിട്ട് അതിനുശേഷം ആ പാമ്പിനെ കണ്ട് ഭയപ്പെടുന്നു, നമ്മൾ ദുഃഖിക്കുന്നു, ഓടുന്നു. പാമ്പ് കടിച്ചോ എന്ന് ചില സംശയം പോലും ആയി. അതിന്റെ അടുത്ത് കൂടെ പോയപ്പോൾ എന്തെങ്കിലും മുള്ളും കൂടി കുത്തിയിട്ടുണ്ടെങ്കിൽ അത് പാമ്പ് കടിച്ചതായിട്ട് ശങ്കയാവാം. അത് കഴിഞ്ഞ് ചികിത്സയ്ക്കും പോകാൻ ചിലപ്പോ. എന്നിട്ട് ആന്റിവെനൻ കുത്തിവെച്ച് അവസാനം അത് വിഷമായിട്ട് ആള് പോകാൻ ചിലപ്പോ. പാമ്പ് കടിച്ചു എന്നുള്ള ശങ്കയാണ്. അപ്പൊ വാസ്തവത്തിൽ എന്തായിരുന്നു? അത് വെറും കയറായിരുന്നു. എന്താ, നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു കഷ്ണം കയറ്. ചിലപ്പോൾ നമ്മൾ തന്നെ ഇട്ടതായിരിക്കാം, നമുക്ക് ഓർമ്മ വിട്ടുപോയി, മറന്നുപോയി. അപ്പൊ വെളിച്ചമില്ലാത്തപ്പോ നമ്മളത് പാമ്പാണെന്ന് കരുതി ഭയപ്പെട്ട് എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. നേരെ മറിച്ച് അവിടെ വെളിച്ചമടിച്ച് നോക്കിയിരുന്നെങ്കിൽ അത് വെറും ഒരു കഷ്ണം കയറ് മാത്രമാണ് എന്ന് അറിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇത് ഇനി ഇവിടെ കിടക്കണ്ട, എന്നെ പോലെ വേറെ ആരെങ്കിലും ഇതിനെ പാമ്പെന്ന് ധരിക്കും എന്ന് പറഞ്ഞ് നമുക്കതിനെ ഭദ്രമായിട്ട് ഒരിടത്ത് എടുത്തു വെക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ പിന്നെയും അതേ സ്ഥലത്ത് ആ സാധനം കിടന്നാൽ അടുത്ത വൈകുന്നേരവും പിറ്റേ ദിവസവും അത് തന്നെ സംഭവിക്കും. അപ്പൊ അതിനെ ഭദ്രമായിട്ട് ആവശ്യത്തിന് എവിടെയെങ്കിലും എടുത്തു വെക്കുക. അപ്പൊ ഉപകാരവും പെടും. അപ്പൊ ഇത്രയേ ഉള്ളൂ തത്വം. തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ, കയറാണെന്ന് അറിയുന്നതോടുകൂടി പാമ്പിൽ നിന്നുള്ള സർവ്വ ഭയങ്ങളും നിവൃത്തമാകുന്നത് പോലെ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിവൃത്തിയാവുന്നത് പോലെ നമ്മുടെ തത്വം, ആത്മതത്വം, നമ്മുടെ വലിപ്പം, നമ്മൾ ആരെന്നുള്ളതായിട്ടുള്ള അറിവ്, അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്നതൊക്കെ ലീലയാണ്, ഒരു ക്രീഡയാണ്. നമുക്ക് ഇവിടെ നേടാനും നഷ്ടപ്പെടാനും ഇല്ല. അതാണ് ഇവിടെ സംസാരം കഹ എന്ന് ചോദിച്ചത്. സംസാര കഹ, പിന്നെന്ത് സംസാരം, പിന്നെന്ത് ദുഃഖ പരമ്പരകൾ അയാൾക്ക്? ജ്ഞാതേ തത്വേ, തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ രോഗാദി പീഡകൾ പോലും അയാളെ ഉള്ളിലേക്ക് ബാധിക്കില്ല. രോഗത്തിൻ്റെതായിട്ടുള്ള പീഡകള് ശരീരത്തിനുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ അയ്യോ അമ്മയെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സാധാരണക്കാർക്കുള്ള അത്രയും വേദനയോ താതാത്മ്യമോ ഈ ഒരു മഹാത്മാവിന് ഉണ്ടാവില്ല. ഇതിന്റെ സ്വഭാവമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സഹിക്കുകയും ചെയ്യും. ശരീരത്തിന്റെ ധർമ്മമാണ്. എവിടെയെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ, ചതവുണ്ടായിട്ടുണ്ടെങ്കിൽ, ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുരു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ പഴുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേദനിക്കും എന്നുള്ളത് അറിയുന്നതാണ്. അത് സഹിക്കുക. നമ്മളല്ലാതെ വേറെ ആരും സഹിക്കാനാണ്? ഈ ശരീരത്തിന്റെ ധർമ്മമാണ് എന്നറിഞ്ഞ് സഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ പോലെ ആവലാദികൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല, നിസ്സാരമായിട്ടേ കാണുള്ളൂ എന്നർത്ഥം. നമ്മുടെ ഒരു ഷർട്ട് കീറിയാൽ ഒരു സങ്കടം ഉണ്ടാവും എല്ലാവർക്കും. അവനവൻ്റെ പുതിയ ഷർട്ട് അല്ലെങ്കിൽ നല്ല ഷർട്ട് ഒരു കീറിയാൽ അതിനൊരു സങ്കടമുണ്ട്, താതാത്മ്യം കൊണ്ട്. അതുപോലെ ശരീരത്തിൽ ഒരു ഓട്ടയുണ്ടായാൽ അതിനെക്കുറിച്ച് ചെറിയൊരു വിഷമം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലെ ജ്ഞാതേ തത്വേക സംസാരഹ എന്ന് പറയാൻ വേണ്ടി 3 ദൃഷ്ടാന്തങ്ങൾ, ഉദാഹരണങ്ങൾ. കാരണമില്ലാതായാൽ പിന്നെ കാര്യം എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാറ്റിൻ്റെയും കാരണം പോയാൽ കാര്യത്തിന്, പറഞ്ഞാൽ കോസ് ഇല്ലെങ്കിൽ ഇഫക്റ്റ് ഇല്ല. അപ്പൊ കോസിനെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത്. ഏതാണോ ഇഫക്റ്റ് നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതിനെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ സംസാരം എന്ന കാര്യത്തിന്, ഇഫക്റ്റിന് കാരണം നമ്മുടെ അജ്ഞാനമാണ്. ആ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാനാണ് സത്സംഗാദികൾ ചെയ്യേണ്ടത്.
അതിനാണ് പ്രയത്നം ചെയ്യേണ്ടത്. അതാണ് ജ്ഞാതേ തത്വേ കസംസാര. അപ്പൊ 3 ഉദാഹരണങ്ങൾ വളരെ ലളിതമാണ്. എന്താണ്? വയസി ഗതേ കാമവികാര, ശുഷ്കേ നീരേ കാസാര, ക്ഷീണേ വിത്തേ പരിവാര, ജ്ഞാതേ തത്വേ കസംസാര. ആദ്യത്തെ വരിയില് വയസി ഗതേ കാമവികാര. വയസ്സികത എന്ന് പറഞ്ഞാൽ വയസ്സ് ഗമിച്ചാൽ എന്ന് പറഞ്ഞാൽ വൃദ്ധാവസ്ഥയെ പ്രാപിച്ചാൽ, വാർദ്ധക്യം ബാധിച്ച് ജരാനരകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് കാമവികാരം എവിടുന്ന്? എന്ത് കാമവികാരം എന്നാണ് ചോദ്യം. അപ്പൊ പ്രായമായി കഴിഞ്ഞാൽ കാമവികാരം കുറയും. അത് പ്രകൃതിയുടെ നിയമമാണ്. ഇന്ന് പക്ഷെ വിപരീതമായിട്ടുള്ളതൊക്കെ കാണുന്നുണ്ട് നമ്മൾ. കാരണം അവരുടെ ജീവിത രീതിയുടെ കുഴപ്പങ്ങളാണ്. വയസ്സാവും തോറും കാമവികാരം കൂടിക്കൂടി വരുന്ന ആൾക്കാരെയും നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. 80-ാം വയസ്സ് കഴിഞ്ഞിട്ടും 21-ാം കല്യാണം കഴിച്ച് 85-ാം മക്കളെ ജനിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ന്യൂസുകൾ നമ്മൾ വരാറുണ്ട്. 80-ഉം 85-ഉം വയസ്സായി 20-ഉം 22-ഉം ഭാര്യമാര് ഇപ്പതാ പുതിയൊരു കല്യാണം 13 വയസ്സുകാരിയെ കഴിക്കുന്നു. അവസാനത്തെ കല്യാണം, അവസാനത്തെ അല്ല, എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഒന്നും ആയിട്ടില്ല, ഇനിയും ദീർഘം ആയുസ് ഉണ്ടെങ്കിൽ ഇനിയും കഴിക്കും. വളരെ സന്തോഷമായിട്ട് കഴിയണവര് അറബികളുടെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെയൊക്കെ നടക്കണം. അവർക്ക് വയസ്സാവും തോറും ആശ കൂടിക്കൂടി വരികയാണ്. അപ്പൊ അവരുടെ ജീവിതം എന്തിനാണെന്നൊന്നും അവർക്ക് ചിന്തയില്ല. ജീവിതം മൊത്തത്തിൽ ഇങ്ങനെയുള്ള ആഹാര നിദ്ര ഭയമൈഥുനങ്ങളിൽ പന്നികളെ പോലെ പട്ടികളെ പോലെ രമിക്കാനുള്ളതാണ് അവർക്ക് ജീവിതം. അടിച്ചു പൊളിക്കുന്നവര്. നല്ല ധനമുണ്ടെങ്കിൽ പെട്രോളിയം ഖനികളോ അല്ലെങ്കിൽ രത്നഖനികളോ സ്വർണ്ണ ഖനികളോ ഒക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്, എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ നമ്മുടെ പൂർവീക പുരാണങ്ങളിലും ഇതുപോലെയൊക്കെ കാണാം. രാജാക്കന്മാരുടെയൊക്കെ പല ചരിത്രങ്ങളിലും അധികം വിവാഹം കഴിച്ചതായിട്ടുള്ള ആളുകൾ സുഖമായിട്ട് കഴിഞ്ഞത്. അപ്പൊ വയസ്സായാൽ കാമവികാരം ഇല്ലാതെയാവണം. ശരീരപ്രകൃതി അവനെ ക്ഷയിപ്പിച്ചിട്ടുണ്ടാവും. അവന്റെ ഉള്ളിൽ വികാരം ഉണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ, അവന്റെ ആ ഹോർമോൺ ഉൽപാദനമൊക്കെ കുറയണം ക്രമത്തിൽ. ആ രീതിയിലുള്ള ജീവിതം നയിച്ചിരിക്കണം, വിവേകപൂർവമായിട്ടുള്ള ജീവിതം നയിച്ചിരിക്കണം. അപ്പൊ അവന്റെ വാസനകൾ ക്ഷയിച്ച് കാമവികാരങ്ങൾ ക്ഷയിക്കും. ഇപ്പൊ വയസ്സായിട്ടുള്ള ഒരാൾക്ക് കാമവികാരം ഉണ്ടാവില്ല എന്ന് ശങ്കരാചാര്യരുടെ കാലത്ത് അദ്ദേഹം സാമാന്യമായിട്ടുള്ള നിയമത്തെ പറഞ്ഞു. ഇന്നത്തെ ആണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ എഴുതില്ലായിരുന്നു. ഇപ്പൊ വയസ്സായിട്ടുള്ള ഒരാൾക്ക് കാമവികാരം എവിടുന്ന്? കാരണം വയ്യ, എണീച്ചു നിൽക്കാൻ തന്നെ വയ്യ. ജരാനരകളൊക്കെ ബാധിച്ചിരിക്കണു. പല്ലില്ല, കണ്ണ് കാണുന്നില്ല, കാത് കേൾക്കുന്നില്ല, ഒന്നും ആസ്വദിക്കാനുള്ള ശേഷിയില്ല. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരാൾക്ക് പിന്നെ എങ്ങനെ ഒരു ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ കഴിയുക? അപ്പോ കാമവികാര കഹ എന്ന് സാമാന്യ നിയമം ചോദിച്ചതാണ്. വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും താല്പര്യം കുറയും. ശുഷ്കേ നീരേ കാസാരഹ, നീരേ ശുഷ്കേ സതി, നീരം ജലം അത് ശുഷ്കമായാൽ വറ്റിപ്പോയാൽ, കാസാരഹ കഹ, കാസാരം എന്ന് പറഞ്ഞാൽ ജലാശയം, സരസ്, കൂപം ഒക്കെ കാസാരം എന്നുള്ളതിൽ വരും. ജലത്തിന്റെ സ്ഥാനം, എ ബോഡി ഓഫ് വാട്ടർ, വാട്ടർ ബോഡി, അതാണ് കാസാരം. അപ്പോ വെള്ളം വറ്റിയാൽ പിന്നെ കുളമെന്ന് പറയാൻ പറ്റുമോ? അതിനെ തടാകമെന്ന് പറയാൻ പറ്റുമോ? നദി എന്ന് പറയാൻ പറ്റുമോ? സമുദ്രമെന്ന് പറയാൻ പറ്റുമോ? വെള്ളം വറ്റിയാൽ സരസില്ലാതാവുന്നത് പോലെ. കാരണം വെള്ളമാണ്. സരസിനെ സരസാക്കുന്നത് അതിലെ കാരണമായിട്ടുള്ള ജലമാണ്. അപ്പൊ ജലമില്ലാതായാൽ സരസില്ലാതാകുന്നു. അതുപോലെ ക്ഷീണേ വിത്തേ കഫ് പരിവാരഹ, വിത്തേ ക്ഷീണേ സതി, നമ്മുടെ കയ്യിലുള്ള വിത്തം ധനം ക്ഷയിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ യൗവനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ധനം നശിച്ചു കഴിഞ്ഞാൽ, ഒന്നുമില്ല ഇനിയിപ്പോൾ അയാളുടെ കയ്യില് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പരിവാരഹ കഹ, പരിവാരങ്ങൾ എവിടെ? നമ്മളെ ചുറ്റിപ്പറ്റി ആശ്രയിച്ച് നിന്നിരുന്ന ആളുകളൊക്കെ പതുക്കെ സ്ഥലം വിടും. കാരണം അവർക്ക് ചൂഷണം ചെയ്യാനുള്ളതൊക്കെ ചൂഷണം ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്നുമില്ല, അല്ലേ? ഇനി കളയാനുള്ളതേ ഉള്ളൂ. മാങ്ങാപ്പഴം നമ്മൾ അതിന്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അണ്ടിയും തോലും കളയുന്നത് പോലെ ഈ വയസ്സന്മാരെ
അല്ലെങ്കിൽ ഈ ധനമില്ലാത്തവരെ ഉപേക്ഷിക്കുന്നു. ഇത് ലോക സ്വഭാവം. അപ്പോൾ പരിവാരം നമ്മളെ ചുറ്റിപ്പറ്റി നിന്നത് എന്തുകൊണ്ട്? വിത്തം ഉണ്ടായിരുന്നത് കൊണ്ട്. എന്തെങ്കിലും വിത്തം എന്ന് പറഞ്ഞാൽ ധനം മാത്രമല്ല, കാശും പണവും മാത്രമല്ല, നമുക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ മറ്റു പല കഴിവുകളും നമുക്കുണ്ടായാൽ അതൊക്കെ വിത്തങ്ങളാണ്. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള എന്തൊരു കാര്യവും നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ വിത്തമാണ്. വിദ്യയും ഒരു വിത്തമാണ്. വിദ്യയാണ് ഏറ്റവും വലിയ വിത്തം. അതൊരിക്കലും ക്ഷയിക്കുന്നതല്ല. പിന്നെ എന്താ പറയുക, വല്ല അൾഷിമേഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബോധക്കേടുണ്ടാവുന്ന രോഗങ്ങൾ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ വയ്യാതെ ആവണം, അതുവരേക്കും അവരെ പ്രയോജനപ്പെടുത്താം. അപ്പൊ വിത്തം ഏത് തരത്തിലുള്ള ധനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നശിച്ചു കഴിഞ്ഞാൽ, ക്ഷീണേ വിത്തേ കഫ് പരിവാരഃ, കൂടെ ആരും ഉണ്ടാവില്ല, പരിവാരങ്ങളൊക്കെ നമ്മളെ ഉപേക്ഷിച്ചു പോകും. അപ്പൊ ഈ 3 ശ്ലോകങ്ങളും പറഞ്ഞത്, 3 വരികളും പറഞ്ഞത് കാരണമുള്ളപ്പോഴേ കാര്യമുള്ളൂ എന്ന് പറയാനാണ്. എന്നതുപോലെ ജ്ഞാതേ തത്വേ സംസാരഃ, തത്വം അറിഞ്ഞു കഴിയുമ്പോൾ സംസാരം എങ്ങനെ നിൽക്കും? സംസാരത്തിന് നിൽക്കാൻ പറ്റില്ല. സംസാരം അജ്ഞാനത്തിന്റെ സന്തതിയാണ്, മോഹത്തിന്റെ സന്തതിയാണ് സംസാരം. അജ്ഞാനം നീങ്ങുന്നതോടുകൂടി, തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങുന്നതോടുകൂടി നമ്മൾ നല്ല ജ്ഞാനമുറച്ച, പ്രജ്ഞയുറച്ച സ്ഥിതപ്രജ്ഞന്മാരായി തീർന്നാൽ, തത്വജ്ഞാനികളായി തീർന്നാൽ, പിന്നെ ഈ ലോകത്തിൽ നമുക്ക് വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഭഗവാൻ അർജുനനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം തന്നെ ഗീതയില് അല്ലെ, അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ എന്നാണ്. പണ്ഡിതാഹ നാനുശോചന്തി, വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പണ്ഡിതാഹ നാനുശോചന്തി, പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല, നിരന്തരം ദുഃഖിച്ചുകൊണ്ട്, വിഷമിച്ചുകൊണ്ട്, ഡിപ്രസ്ഡ് ആവാറില്ല. വലിയ ആപത്തുകളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ഷോക്ക് ഉണ്ടാവും, ആർക്കുണ്ടാവും. പക്ഷേ അനുശോചനം എന്ന് പറഞ്ഞാല്, അനു എന്നുള്ളത് ദാറ്റ് വിച്ച് കണ്ടിന്യൂസ്, ദാറ്റ് വിച്ച് ഫോളോസ് എന്നാണ് അർത്ഥം. തുടർന്നുകൊണ്ടേയിരിക്കുന്നതിനാണ് അനുശോചനം എന്ന് പറയുക. ശോചന്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദുഃഖിക്കും, പെട്ടെന്ന് തന്നെ മറക്കും അതിനെ, അത് അപ്പൊ തന്നെ കഴിയും. അത് സാധാരണമാണ്. അത് സഹിക്കാനുള്ള കഴിവ്, അതിനെ പെട്ടെന്ന് ഉപേക്ഷിക്കാനുള്ള കഴിവ്, അതിനെ അതിക്രമിക്കാനുള്ള കഴിവ് അറിവുള്ളവർക്കുണ്ട്. അനുശോചന്തി പണ്ഡിതാഹ, വെറുതെ ഡിപ്രസ്ഡ് ആയിട്ട് വിഷമിച്ചോണ്ടേ ഇരിക്കില്ല ആര്? പണ്ഡിതന്മാര്. ഇവിടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ പണ്ഡാ യസ്യ അസ്തി ഇത് സഹ പണ്ഡിത. പണ്ഡ എന്ന് പറഞ്ഞാല് ജ്ഞാനം എന്നാണ്, ആത്മവിഷയം ജ്ഞാനം. ആത്മാവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനമുള്ളവനാണ് യഥാർത്ഥ പണ്ഡിതൻ. അവന് ദുഃഖമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നാനുശോചന്തി പണ്ഡിതാഹ. അപ്പോ അർജുനൻ ദുഃഖിക്കുകയും ചെയ്യുന്നു, പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു, വലിയ ജ്ഞാനികളെ പോലെ പ്രജ്ഞാവാദങ്ങളെ സംസാരിക്കുന്നു, എന്നാൽ ദുഃഖിക്കുകയും ചെയ്യുന്നു. എന്താ അർജുന ഇത് എന്നാ ചോദിച്ചത്. ഒരു പരിഹാസമായിരുന്നു അത്. അർജുനന് കൊടുത്തൊരു അടിയായിരുന്നു, ഒരു പ്രഹരമായിരുന്നു ചിന്തിക്കാൻ. നീ പണ്ഡിതനല്ല എന്ന് പറയുകയാണ്, നീ മൂഢനാണ്, നീ മോഹിതനാണ്, ധർമ്മസമ്മൂഢ ചേത എന്ന് അർജുനൻ തന്നെ സൂചിപ്പിച്ചു. അപ്പൊ തീർച്ചയായിട്ടും അർജുനന് അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. അർജുനൻ പഠിച്ച സ്കൂളിലൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല. നമ്മളൊക്കെ പഠിച്ച സ്കൂളിൽ തന്നെ അർജുനനും പഠിച്ചത്, അതേ സ്കൂളിൽ തന്നെ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. പണ്ട് ഹിരണ്യകശിപു പഠിപ്പിച്ച അതേ സ്കൂൾ തന്നെയാണ്. പ്രഹ്ലാദനെ ഹിരണ്യകശിപു പഠിപ്പിച്ച അതേ സെക്കുലർ സ്കൂളിലാണ് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തത്വം അറിയാൻ വഴിയില്ല. ജ്ഞാതേ തത്വേ സംസാരഃ. ചിന്തിക്കാം. വയസി ഗതേ കാമവികാരഃ ശുഷ്കേ നീരേ കാസാരഃ ക്ഷീണേ വിത്തേ പരിവാരഃ ജ്ഞാതേ തത്വേ സംസാരഃ. അപ്പൊ നമ്മളിപ്പോ തത്വം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖ പരമ്പരകൾ. അതുകൊണ്ട് തത്വം അറിയുക, യാഥാർത്ഥ്യം മനസ്സിലാക്കുക, സത്യാന്വേഷികളാവുക, എന്നിട്ട് തത്വം അറിയുക. ആ തത്വം അറിയാൻ തദ്വിദ്ധി
പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന എന്ന് ഉപനിഷത്ത് പറഞ്ഞു തരും. ഭഗവാൻ ഗീതയിലും പറയും. ഗീതയിൽ പറഞ്ഞതാണ് ഇപ്പൊ പറഞ്ഞത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന എന്ന്. ഉപനിഷത്ത് പറഞ്ഞത് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നാസ്തി അകൃത കൃതേന തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന്. അപ്പോ ആ തത്വം അറിയാനുള്ള ഒരു ശ്രമം, തത്വജിജ്ഞാസ ഓരോ മനുഷ്യനിലും ഉണ്ടാവണം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനനശീലവാൻ എന്നാണ്. ചിന്തിക്കാൻ കഴിവുള്ളവൻ, വിവേകമുള്ളവൻ, ബുദ്ധി വികാസമുള്ളവൻ. ജന്തുക്കളെ പോലെ അല്ല അവൻ. ആ ബുദ്ധിയെ അവനവന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ശരിയായ രീതിയിൽ പൂർണ്ണതയിൽ ഉപയോഗിക്കുമ്പോഴാണ് അവൻ പൂർണ്ണ മനുഷ്യൻ ആവുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലഃ സർവം മായാമയമിദമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലഃ സർവം മായാമയമിദമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. അപ്പോ എനിക്കിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, തത്വജ്ഞാനമൊന്നും വേണ്ട, എനിക്കിപ്പോ ഒരു കുറവുമില്ല, ഞാൻ പൂർണ്ണനാണ് എന്ന് ചില കൂട്ടർ പറയും. ആരാണ് അവര്? അഹങ്കാരികള്. തത്വജ്ഞാനമില്ലാതെ ഇപ്പോഴുള്ള ചില സൗഭാഗ്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് ഒരു കുറവുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈശ്വരനും ഇല്ല, അല്ലെങ്കിൽ ആത്മാവും ഇല്ല, വേറൊന്നുമില്ല, ഈ കാണുന്നത് തന്നെയാണ് സത്യം, ഇപ്പോ എനിക്കൊരു കുറവുമില്ല എന്ന് പറഞ്ഞ് രമിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന ആളുകളെ നോക്കി പറയണം. അങ്ങനെയാണല്ലോ ഇപ്പൊ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളെ കൂടുതലും അവരുടേതായിട്ടുള്ള സുഖഭോഗങ്ങളിൽ ആ യൗവനത്തിന്റെ തിളപ്പിൽ, ചോരത്തിളപ്പിൽ രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ വക ആധ്യാത്മിക ചിന്തയൊന്നും ഉണ്ടാവുകയില്ല. അതൊക്കെ വയസ്സുകാലത്ത് നോക്കാം, അല്ലെങ്കിൽ വയസ്സന്മാർക്കുള്ളതാണ് എന്ന് തള്ളി വെച്ചിട്ടുണ്ട് കുറെ ആളുകൾ. ചെറുപ്പക്കാരൊക്കെ ആധ്യാത്മിക ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കുന്നത് കണ്ടാൽ പരിഹസിക്കും. ഞാനൊക്കെ കുട്ടിക്കാലത്തെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാര് പരിഹസിച്ചിട്ടുണ്ട്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന്. ഇത് പൂച്ചയായിരുന്നില്ല. പൊന്നൊരുക്കുന്നിടത്ത് പോയി പൊന്നൊരുക്കാൻ പഠിച്ച് കാര്യം ഗ്രഹിച്ചു. അതുകൊണ്ട് പൂച്ചയായിരുന്നില്ല, പക്ഷെ അവർ വിചാരിച്ചു പൂച്ചയാണ് എന്ന്. അതുകൊണ്ട് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് ചെറുപ്പക്കാർ ഇതിലൊക്കെ ചേരുമ്പോ ലോകം ചോദിക്കും. ഒക്കെ വയസ്സായിട്ട് പോരെ, ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് പോരെ ക്ഷേത്രത്തിൽ പോകുന്നതും സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതും ഭാഗവത സപ്താഹം കേൾക്കുന്നതും ഗീതാജ്ഞാന യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നതും ഒക്കെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് പോരേ എന്ന് ചോദിക്കും. അത് വാസ്തവത്തില് മൂഢജനങ്ങളാണ്, അഹങ്കാരികളാണ്. അവരോടാണ് ഇവിടെ പറയുന്നത് മാ കുരു ധനജന യൗവന ഗർവം. ധനജന യൗവന ഗർവം മാ കുരു. ധനം, ജനം, യൗവനം, ഇത് മൂന്നും നമ്മൾക്ക് ഗർവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ധനം, സമ്പത്ത് സഫീഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനും ഇല്ല, വേറെ ഒരു ആധ്യാത്മിക ചിന്തയോ സച്ചിന്തയോ ഒന്നുമില്ല, തോന്നിയ പോലെ ജീവിക്കാം. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്താ കാരണം? എൻ്റെ കയ്യിൽ ധനമുണ്ട്, എന്തും വിലയ്ക്ക് വാങ്ങാനുള്ള കഴിവുണ്ട്, ആരെയും നിലയ്ക്ക് നിർത്താനുള്ള കഴിവുണ്ട് എനിക്ക്. നിയമം പോലും, കോടതികളെ പോലും, പോലീസുകാരെ പോലും, മന്ത്രിമാരെയും ഒക്കെ എനിക്ക് വിലക്കെടുക്കാനുള്ള ധനം എൻ്റെ കയ്യിലുണ്ട്. ഇന്നത്തെ സമൂഹത്തിന്റെ ചിന്താഗതി തന്നെ ഇതാണ്. ഒന്നുകിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു ചോട്ടാ നേതാവായാൽ മതി, എൻ്റെ കയ്യില് ഭരണമുള്ള പാർട്ടി ഉണ്ട്, അതുകൊണ്ട് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസുകാരന്റെ മെക്കെട്ട് കയറുന്നതും കോടതിയുടെ മെക്കെട്ട് കയറുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഭരണാധികാരികൾക്കൊന്നും
സ്വതന്ത്രമായിട്ട് അവരുടെ കാര്യം നിർവഹിക്കാൻ നിവൃത്തിയില്ല. ഉദ്യോഗസ്ഥരൊക്കെ അസ്വതന്ത്രരാണ്. ഈ പറഞ്ഞ ഭരണമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചോട്ടാ നേതാക്കന്മാരുടെ കയ്യിലെ കളിപ്പാവകളെ പോലെയാണ് ഇന്ന് ഉദ്യോഗസ്ഥ വൃന്ദം പ്രവർത്തിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യവുമില്ല. അപ്പൊ അവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ പാവങ്ങളുടെ നേരെ തീർക്കുകയും ചെയ്യും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായിട്ടുള്ള അർഹതയുള്ള പലതും ലഭിക്കാൻ അർഹതയുള്ള പാവങ്ങള് അതിന്റെ ബലിയാടുകളാവും. ഇവിടുന്ന് കിട്ടിയത് ഇവിടെ കൊടുക്കൂല. ഈ നേതാക്കന്മാരെ നിന്ന് കിട്ടിയ അടി നാട്ടുകാർക്ക് കൊടുക്കും, പാവങ്ങൾക്ക് കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഒരു ധന ജന യൗവന ഗർവം, ധനം കൊണ്ടുള്ളതായിട്ടുള്ള മതം, അഹങ്കാരം, ജനങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതായിട്ടുള്ള ഗർവം, യൗവനം, ആരോഗ്യമുണ്ട്, എനിക്കൊരു കുറവുമില്ല എന്നുള്ളതായിട്ടുള്ള ഗർവം. അപ്പൊ ഇത് മൂന്നും ഗർവത്തിന്റെ മതത്തിന്റെ പ്രധാന സ്രോതസ്സുകളാണ്. അതുകൊണ്ട് മൂന്നിനെ എടുത്ത് പറഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ വേറെ പലതും നിങ്ങൾക്ക് കൂട്ടാം. സ്ഥാനമാനങ്ങളൊക്കെ അത് ഈ ജനശബ്ദത്തിൽ പെടാം, അല്ലെങ്കിൽ ധനത്തിൽപ്പെടുത്താം. സ്ഥാനമാനങ്ങളും യശസ്സും പല കഴിവുകളും ഇതൊക്കെ ഗർവത്തിന് കാരണമാകും. അപ്പൊ യൗവനം ഗർവത്തിന് കാരണമാകും. ഇത് മാ കുരു, വേണ്ട, അരുത്, ചെയ്യരുത് എന്നാണ് പറയുന്നത്. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം. നിമേഷാത് കാലഹ സർവം ഹരതി. ഇതൊക്കെ നശിപ്പിക്കാൻ കാലത്തിന് ഒരു നിമിഷം മതി. സർവം ഹരതി, എല്ലാറ്റിനെയും നശിപ്പിച്ചു കളയും. ഇന്നിപ്പോ യൗവനം കൊണ്ട് അഹങ്കരിക്കുന്ന ഒരാള് അടുത്ത നിമിഷം അവിടെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വീഴാം, ആക്സിഡന്റിൽ പോകാം, കൊറോണ പിടിച്ചു പോകാം. ഇപ്പൊ ഈസിയാണ് അല്ലെ? എത്ര ചെറുപ്പക്കാരാണ് കൊറോണ കാരണം പോകുന്നത് കാണുന്നത് നമ്മള്. അപ്പൊ ഈ യൗവനം സ്ഥിരമല്ല. ആ യൗവനത്തിന്റെ ഗർവ് വേണ്ട. ഈ യൗവനത്തിൽ ഇരിക്കെ തന്നെ ഇപ്പൊ തന്നെ നിനക്ക് എന്തും സംഭവിക്കാം. ഈ യൗവനത്തിന്റെ പ്രൗഢിയൊക്കെ നഷ്ടപ്പെടാം. ആ യൗവനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെയാവാം. നല്ലൊരു രോഗം ബാധിച്ചാൽ മതി, ആ ശരീരം ജീർണിച്ചു പോകും, അതിനൊരു ശക്തിയും ഉണ്ടാവില്ല. പിന്നെ യൗവനം പെർമനന്റ് ഒന്നും അല്ല, ചുരുങ്ങിയ കാലത്തേക്കേ ഉള്ളൂ ഈ യൗവനമൊക്കെ. കുറച്ച് കഴിയുമ്പോൾ വയസ്സാവും. അപ്പോ പഴുത്ത പ്ലാവില വീഴുന്നത് കണ്ട് പച്ചപ്ലാവില ചിരിക്കുന്നു എന്ന് മുത്തശ്ശിമാര് പറയും. താനും പഴുക്കും, താനും ഇതുപോലെ കൊഴിഞ്ഞു വീഴും എന്ന് ചിന്തിക്കുന്നില്ല എന്നർത്ഥം. ഇപ്പൊ യൗവനഗർവം മാ കുരു, ധനഗർവം മാ കുരു, ജനഗർവം മാ കുരു. ബന്ധുക്കളുണ്ട്, അനുയായികളുണ്ട്, ഭക്തജന വൃന്ദങ്ങളുണ്ട്, അല്ലെ, നമ്മുടെ കൂടെ ആളുകളുണ്ട് എന്നൊക്കെ വിചാരിച്ച്, സപ്പോർട്ടേഴ്സ് ഉണ്ട് എന്ന് കരുതി മാ ഗർവം കുരു, ഒരു ഗർവവും ചെയ്യരുത്, അഹങ്കാരം വേണ്ട. ഹരതി നിമേഷാത് കാല സർവം, കാലഹ സർവം ഹരതി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. നമ്മുടെ പൂന്താനം വളരെ ലളിതമായി മലയാളത്തിൽ പറഞ്ഞു തന്നു. അത് തന്നെയാണിത്. ഇതിനെ തുടർന്നതാണത്. എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ട് എന്ത് വിചാരിക്കണം? മായാമയമിതമഖിലം ബുദ്ധ്വാ, ഇതം അഖിലം മായാമയം ബുദ്ധ്വ. ഈ കാണുന്നത് മുഴുവൻ, ഇതം എന്നുള്ളത് ഇത് എന്നർത്ഥം. ഇതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ദിസ് 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 എന്ന് പറയാവുന്നതെല്ലാം. ഈ ലോകം മുഴുവൻ അഖിലം, അഖിലം എന്ന് പറഞ്ഞാൽ അല്പം പോലും ശേഷിക്കാതെ മുഴുവനായിട്ട്. ഖിലം എന്ന് പറഞ്ഞാൽ അല്പം, അഖിലം നഖിലമഭി, അല്പം പോലും ശേഷിപ്പിക്കാതെ മുഴുവനും മായാമയം ഇതി ബുദ്ധ്വ, മായാമയം എന്ന് അറിഞ്ഞിട്ട്. ഇവിടെ ബുദ്ധ്വ എന്നുള്ളതിന് പകരം ഹിത്വ എന്നും പാഠഭേദമുണ്ട്. മായാമയം എന്നറിഞ്ഞ് ഹിത്വ ഉപേക്ഷിച്ചിട്ട്. മായാമയം എന്ന് പറഞ്ഞാല് ഭ്രമം മാത്രമാണ്, ഒക്കെ അസത്താണ്, എല്ലാം ഉണ്ടായതാണ്, അതുകൊണ്ട് തന്നെ നശിക്കുന്നതാണ്. എത്ര വേഗം ഉണ്ടായോ അതിനേക്കാൾ വേഗത്തിൽ നശിക്കുന്നതാണ് ഈ ലോകം. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഉണ്ടാക്കാൻ കുറെ കഷ്ടപ്പെടണം, വളർത്താൻ കുറെ കഷ്ടപ്പെടണം, നശിപ്പിക്കാൻ ഒരു നിമിഷം മതിയെല്ലാം. അപ്പോ ഈ ലോകം മുഴുവൻ മായാമയം എന്ന് വെച്ചാൽ നീ വെറും ഭ്രമിച്ചിരിക്കുകയാണ്, തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ശാശ്വതമാണ്, ഇതൊക്കെ നിത്യമാണ്, ഇതിനെല്ലാം സുഖം തരാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ഉള്ളത് വെറും ഭ്രമം, അവിവേകം. അതാണ് മായാമയം എന്ന് പറഞ്ഞത്. ചിന്തിക്കാത്തത് കൊണ്ട്,
മായ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തികളിൽ മായ അവിദ്യയാണ്. മായയുടെ പര്യായമാണ് അവിദ്യ. മായ എന്ന് മൊത്തത്തിൽ പറയുന്നു, സമഷ്ടിയിൽ മായ എന്ന് പറയുന്നു. അത് നമ്മുടെ ഉള്ളില് അവിദ്യയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ അവിദ്യക്ക് രണ്ട് ഭാവങ്ങൾ, ഒന്ന് ആവരണം, മറ്റൊന്ന് വിക്ഷേപം. ആവരണം എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു പിടിക്കാനുള്ള കഴിവാണ് ആവരണ ശക്തി. ഈ മായയുടെ ഒരു ശക്തിയാണ് ആവരണ ശക്തി, സത്യത്തെ മറച്ചു പിടിക്കുക. അപ്പോൾ പിന്നീട് അതിന്റെ പുറകെ ഉണ്ടാവുന്നതാണ് വിക്ഷേപ ശക്തി. ആ വിക്ഷേപ ശക്തി എന്ത് പ്രകടിപ്പിക്കുന്നു? തെറ്റിദ്ധാരണകളെ ജനിപ്പിക്കുന്നു, അന്യതാജ്ഞാനം. അപ്പോൾ ആവരണം കൊണ്ട് അജ്ഞാനവും വിക്ഷേപം കൊണ്ട് അന്യതാജ്ഞാനവും, യഥാർത്ഥ ജ്ഞാനമല്ല, തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള അറിവ്. ഇതാണ് മായ. നമ്മുടെ ഉള്ളിൽ അവിദ്യയായി നമ്മുടെ ബുദ്ധിയെ ഡെലൂഡ് ചെയ്ത് ഈ മായ പ്രവർത്തിക്കുന്നു. മായയെ നീക്കേണ്ടത് പുറത്തല്ല, മായയെ നീക്കേണ്ടത് നമ്മുടെ അകത്താണ്. അവിദ്യയെ നീക്കിയിട്ടാണ് മായയെ നീക്കേണ്ടത്. അവിദ്യ നീങ്ങിയാൽ മായ നീങ്ങി. അവിദ്യ തന്നെയാണ് മായ. ഇപ്പൊ നമ്മുടെ വെഷ്ടിയില് അവിദ്യ എന്ന് പറയുന്നു. ആ അവിദ്യ നീങ്ങണമെങ്കിൽ വിദ്യ വരണം, വിവേകം ഉണ്ടാവണം. വിവേകം കൊണ്ട് മാത്രമേ അവിദ്യയെ നശിപ്പിക്കാനാവുള്ളൂ. ഇരുട്ടിനെ നീക്കണമെങ്കിൽ വെളിച്ചം മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇരുട്ടിനോട് വെടിവെച്ചതുകൊണ്ടോ അമ്പും വില്ലും പയറ്റിയതുകൊണ്ടോ വാൾപ്പയറ്റ് ചെയ്തതുകൊണ്ടോ ചീത്ത വിളിച്ചതുകൊണ്ടോ ചാണകവെള്ളം തെളിച്ചതുകൊണ്ടോ ഒന്നും ഇരുട്ട് പോകാൻ പോകുന്നില്ല. ഇരുട്ടിന് ഒറ്റ വഴിയുള്ളൂ, വെളിച്ചം. അതുപോലെ അജ്ഞാനത്തിന് ഒരൊറ്റ പ്രതിവിധിയുള്ളൂ, ജ്ഞാനം. ഇപ്പൊ നമ്മുടെ സംസാരം പോകണമെങ്കിൽ, ഈ മായാമയമായിട്ടുള്ള ഈ ലോകത്തിലുള്ള ഭ്രമം നീങ്ങണമെങ്കിൽ ശരിയായിട്ടുള്ള ബോധം, തത്വജ്ഞാനം ഉണ്ടാവണം. ജ്ഞാതേ തത്വേ ക സംസാരഃ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ചോദിച്ചതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി, അല്ലെങ്കിൽ അടുത്ത പടി കൂടിയാണിത്. മായാമയം ഇതമഖിലം ബുദ്ധ്വാ. ഇതമഖിലം, ഈ കാണുന്നതെല്ലാം തെറ്റിദ്ധാരണയാണ്, വാസ്തവമല്ല, അസത്താണ്. സത്തായിട്ടുള്ളത് വേറൊന്നാണ്. അതിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ സത്തിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ ആ പ്രപഞ്ചത്തിന്റെ സത്ത അത് തന്നെയാണ് എൻ്റെ സത്ത, അത് തന്നെയാണ് എല്ലാവരുടെയും സത്ത. അതുകൊണ്ട് സത്ത ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന ആ അദ്വൈത ജ്ഞാനം, പരമാർത്ഥ ജ്ഞാനം പ്രകാശിക്കുന്നു. ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭേദബുദ്ധി കൊണ്ടുള്ള രാഗദ്വേഷങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളും ഒക്കെ ഇല്ലാതെയാവും. അഹങ്കരിക്കാൻ ഇവിടെ ഒന്നുമില്ല. ആരോട് അഹങ്കരിക്കാൻ? എല്ലാം ഞാൻ തന്നെയാണ്, എല്ലാം ഒന്നു തന്നെയാണ്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ എന്ന് എഴുത്തച്ഛൻ പാടി. തോന്നുന്നതാകിൽ, ഞാനെന്ന ഭാവം തോന്നുകയാണെങ്കിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ഞാനെന്ന ഭാവം സബ്ലിമേറ്റ് ആയി പോകും. ഒരു ഇൻഡിവിജ്വലില്, ഒരു വ്യക്തിയിൽ ഞാനെന്ന ഭാവം ഇല്ലാതെയാവും. എല്ലാം ഞാൻ തന്നെയാണ്, സർവാത്മഭാവം. അങ്ങനെ എല്ലാം താൻ തന്നെയാണെന്ന് കാണുന്ന ഒരാൾക്ക് ശോകമോഹങ്ങൾ ഇല്ല, രാഗദ്വേഷങ്ങളില്ല, മത്സരമില്ല. മായാമയമിതം അഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. ത്വം ആരോട് അഭിസംബോധന ചെയ്ത് പറയണം? ത്വം, നീയ് ബ്രഹ്മപദം വിദിത്വാ പ്രവിശ. ആ ബ്രഹ്മപദത്തെ വിദിത്വ, അറിഞ്ഞിട്ട് പ്രവിശ, അതിലേക്ക് പ്രവേശിച്ചു. ബ്രഹ്മപദം എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും വലിയ പദവിയെ, ആ ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള സ്ഥാനത്തെ, അതെന്താണ്? വസ്തു, എല്ലാറ്റിൻ്റെയും ആശ്രയമായ പരമാർത്ഥ വസ്തു, എല്ലാറ്റിനും ആധാരമായ വസ്തു, എല്ലാറ്റിനും കാരണമായ വസ്തു, ദ റിയാലിറ്റി, ദ അബ്സല്യൂട്ട് റിയാലിറ്റി, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഏറ്റവും വലുത്, എല്ലാറ്റിനെയും ജനിപ്പിച്ചത്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മ. എവിടുന്നാണോ ഈ കാണുന്ന ചരാചരങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്, ഏതൊന്നിനെ ആശ്രയിച്ചാണോ എല്ലാം നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണോ എല്ലാം ചെന്നു ചേരുന്നത്, ആ തത്വമാണ്, ആ വസ്തുവാണ്, ആ ആദിയിലുണ്ടായിരുന്ന വസ്തു.
മധ്യത്തിലുമുള്ള വസ്തു, എല്ലാം ഇല്ലാതായാലും ശേഷിക്കുന്ന വസ്തു, ആ വസ്തുവാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ അറിഞ്ഞ്, ആ തത്വത്തെ, ആ സ്ഥാനത്തെ അറിഞ്ഞ്, ആ പദത്തെ ത്വം വിദിത്വ ബ്രഹ്മപദം പ്രവിശ, നീ നിന്റെ യഥാർത്ഥ പദവിയിലേക്ക് ഉയരും. ഇവിടെ പ്രവിശ എന്നൊക്കെ ഉള്ളത് ഓരോരു ഫോർമൽ ആയിട്ടുള്ള വാക്ക്. ഇവിടെ പ്രവേശിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വി ആർ ദാറ്റ്. പ്രവേശിക്കാൻ ഏതെങ്കിലും ഒരു അബോർഡല്ല അത്. കൈലാസമോ വൈകുണ്ഠമോ അല്ലെങ്കിൽ ബദരീനാഥോ ഗുരുവായൂരോ ശബരിമലയെ പോലെ എവിടെയെങ്കിലും പോയി കയറേണ്ട സ്ഥലമല്ല അത്. അതിനെ അറിയുകയാണ് വേണ്ടത്. അറിഞ്ഞ് പ്രവേശിക്കുക എന്നേ പറഞ്ഞുള്ളൂ. നടന്ന് പ്രവേശിക്കൂ, കയറൂ എന്നൊന്നും പറഞ്ഞില്ല. അറിവിലാണ് പ്രവേശനം. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതായി തീരുകയാണ്. എൻ്റെ ഈ ഇൻഡിവിജ്വാലിറ്റി അതിൽ വിലയം പ്രാപിക്കുകയാണ്. ഒരു തരംഗം എങ്ങനെയാണോ സമുദ്രത്തെ പ്രാപിക്കുന്നത്, അതുപോലെ തരംഗത്തിന് സമുദ്രത്തെ പ്രാപിക്കേണ്ടതുണ്ടോ? തരംഗം എവിടെയാ നിൽക്കുന്നത്? തരംഗം എവിടുന്നാ ഉണ്ടായത്? അപ്പൊ തരംഗം സമുദ്രത്തെ പ്രാപിക്കുന്നത് പോലെ, ആഭരണം സ്വർണത്തെ പ്രാപിക്കുന്നത് പോലെ നമുക്ക് ബ്രഹ്മപദത്തെ പ്രവേശിക്കാം, ബ്രഹ്മത്തെ പ്രാപിക്കാം. എന്നുവെച്ചാൽ ഓൾറെഡി അത് ആണ് നമ്മുടെ സ്വരൂപം. അപ്പൊ സിദ്ധസ്യ സിദ്ധി, പ്രാപ്തസ്യ പ്രാപ്തി, അതാണ് ബ്രഹ്മപദത്തെ പ്രവേശിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. ബ്രഹ്മപദത്തെ പ്രവേശിക്കുക എന്ന് ഉപദേശത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറയണ്ടേ, അതിനുവേണ്ടി ഉപദേശിച്ചു. മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലഃ സർവം മായാമയമിദമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇതൊക്കെ വെറും സൂചനകളാണ്. ഇനിയും അവനവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് ഒക്കെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ചിന്തിക്കുക. അതിനുള്ള സൂചനകൾ, മാർഗദർശനം ആചാര്യന്മാർ തന്നിരിക്കുന്നു. ബാക്കി നമ്മൾ വിചാരം കൊണ്ട് വളർത്തണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു വൈരാഗ്യം വളർന്നു വരും. തത്വജ്ഞാനത്തിലേക്ക് നമ്മൾ പാകത വരും. നാളെ തുടരാം. നാളെ രാവിലെ 8:30 മണിക്ക് കാലഭൈരവാഷ്ടകം, 10:30 മണിക്ക് ഭജഗോവിന്ദം തുടരും. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ഹരി ഓം.